ഇതാണ് ഞങ്ങളുടെ ആതിരക്കുട്ടി കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ആതിരക്കുട്ടി. ഇനിയിപ്പം അടുത്ത നമ്മൾ ഒത്തിരി ആൾക്കാരെയൊന്നും പരിചയപ്പെടുത്തുന്നില്ല. അടുത്ത് നമ്മുടെ കെവിൻ്റെ അച്ഛനെയും അമ്മയും വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പം കെവിൻ്റെ അച്ഛനെയും അമ്മയും പാലക്കാട് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇവിടെയുള്ള ആൾക്കാർക്ക് അറിയാൻ പറ്റും. അതുകൊണ്ടാണ് അച്ഛനെ അമ്മയും. അപ്പം നമ്മൾ രണ്ട് വാക്ക് സംസാരിക്കുന്നതിനായിട്ട് നമ്മുടെ കെവിൻ്റെ അച്ഛനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചു. ചേർത്ത് മൈക്ക് ചേർത്ത് പിടിക്കാൻ ഞങ്ങളെ ചേർത്ത് പിടിച്ച കേട്ടില്ല. അടുത്തായിട്ട് നമ്മള് കെവിന്റെ രണ്ട് ബ്രദേഴ്സ് ഉണ്ട്. ഒരു ബ്രദർ നേരത്തെ ഇവിടെ വന്നാണ്, രണ്ട് ബ്രദേഴ്സ് ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ രണ്ടുപേരും വേദിയിലേക്ക് ക്ഷണിക്കാണ്. ഇതാണ് കെവിന്റെ രണ്ട് ബ്രദേഴ്സ്. പാലക്കാട് നിന്ന് എല്ലാവർക്കും അറിയാം, നമ്മുടെ ബ്രഹ്മമംഗലം സമീപ പ്രദേശമുള്ള ആർക്കും അറിയാൻ പറ്റാത്തതുകൊണ്ട് രണ്ടുപേരും കൈ ഉയർത്തി കാണിച്ചേ. ഇതാണ് കെവിന്റെ രണ്ട് ബ്രദേഴ്സ്. അടുത്തായിട്ട് നമ്മളെല്ലാം ആകാംക്ഷപൂർവ്വം കാത്തിരുന്ന് നമ്മൾ കെവിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കെവിൻ പ്ലീസ്. ഇതാണ് കെവിൻ. അപ്പം നമ്മൾ ഇവിടെയുള്ള എല്ലാ ആൾക്കാരും നിന്ന് കണ്ടോണം. ഹായ്, നന്ദൻ ചേട്ടൻ്റെ മോളുടെ എൻഗേജ്മെൻ്റ് ആയിരുന്നു കേട്ടോ ഇന്നലെ. ഇത് ഞങ്ങൾ വൈക്കം ബ്രഹ്മമംഗലത്ത് ഒരു വർഷം മുന്നേ ചെയ്ത വീടാണ് കേട്ടോ. അവരിപ്പോൾ ഇതിൽ കയറി താമസിക്കാൻ തുടങ്ങിയിട്ട് 9 മാസം തികഞ്ഞു. ആദ്യമായിട്ട് ഈ വൈക്കത്തെ വീട് കാണുന്നവർ നമ്മളതിൻ്റെ ഫുൾ ഫിനിഷ്ഡ് വീഡിയോ ഇട്ടിട്ടില്ല എന്ന് പറയരുത്. നമ്മുടെ യൂട്യൂബ് ചാനലിൽ പ്ലേലിസ്റ്റിൽ തന്നെ ഫുൾ ഫിനിഷ്ഡ് ഹൗസസിൽ അനന്തു വൈക്കം എന്നുള്ള ഹെഡിങ്ങിൽ നമ്മുടെ ഈ വീടിൻ്റെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഉണ്ട് കേട്ടോ. അത് പറയാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മാത്യു സാറിൻ്റെ വീടിൻ്റെ ഔട്ട്സൈഡ് കോമ്പൗണ്ട് വാളും ഫിനിഷിങ്ങും ചെയ്ത സമയത്ത് ഞാനൊരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് ആൾക്കാർ പറഞ്ഞു വെറും ചിലപ്പോൾ മാത്രമേ ഉള്ളൂ, വീടിൻ്റെ ഉള്ളൊന്നും കാണിച്ചു തന്നില്ലാന്ന്. അപ്പോൾ പെട്ടെന്ന് ഒരാൾ വന്നിട്ട് ഒരു വീഡിയോ കാണുമ്പോൾ നമുക്കതറിയാം, നമ്മളെ ആൾക്കാർ റെഗുലറായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, കാരണം ഈ വീടൊക്കെ ചെയ്യുമ്പോൾ എത്രയോ ലൈവും കാര്യങ്ങളൊക്കെ നമ്മൾ ഇട്ടിട്ടുണ്ട് അല്ലേ. പിന്നെ ഇത്രയും റഷ്യൻ്റെ ഇടയിൽ ഇപ്പോൾ അവരൊക്കെ പ്രൈവസിയിൽ കൂടെ പോയിട്ട് അവരെ ബെഡ്റൂം കാണിക്കുക, അത് കാണിക്കുക എന്ന് പറഞ്ഞാൽ പോസിബിൾ അല്ല. അത് ഇപ്പോൾ മാത്യു സാറിൻ്റെ വീടാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ഓരോ ബെഡ്റൂം ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ നമ്മളവരെ ബെഡ്റൂമിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് ഈ നേരെ മറിച്ചിട്ട് നമ്മളതൊരു വീഡിയോ പർപ്പസിനാണെന്നുണ്ടെങ്കിൽ ആദ്യമേ പറഞ്ഞിട്ട് അവരോട് ഇതെല്ലാം മാറ്റി വയ്ക്കാൻ പറയാം ഇല്ലേ. ഇപ്പോൾ മാത്യു സാറിൻ്റെ വീട്ടിൽ 4 ബെഡ്റൂമാണ്. എന്തൊക്കെ ബെഡ്റൂമിലുള്ളത് എന്തൊക്കെ കാര്യങ്ങൾ. ഇപ്പോൾ ആൻറ്റി എന്ന് പറഞ്ഞല്ലേ കിച്ചൺ എടുക്കല്ലേ മനോജേ, എന്നിട്ട് ഞാൻ കിച്ചൺ എടുത്തു. കാരണം ആൻറ്റി അത്രയും പെർഫെക്റ്റ് ആയിട്ട് നോക്കണ കിച്ചൺ ആവുകൊണ്ട് നമുക്ക് വിഷയമില്ല. അപ്പോൾ നിങ്ങൾ ഈ ഇടയ്ക്കിന് കയറി വന്നിട്ട് അത് ഫുള്ള് കാണിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ ആ വീഡിയോസിൽ നമ്മൾ പറയുന്നുണ്ട് ഇതിൻ്റെ ഫുൾ ഫിനിഷ് വീഡിയോ വേണമെങ്കിൽ അതിൽ പോയി നോക്കിക്കോളാൻ. സത്യം പറഞ്ഞാൽ ഇതിൻ്റെ പ്ലേലിസ്റ്റ് നോക്കാനും അല്ലെങ്കിൽ ഈ ഒരു ചാനലിൽ കയറി നോക്കാനും പറ്റാത്ത ആൾക്കാരല്ലേ ഈ പറയണത് അല്ലേ. അതായത് ഇതിൽ യൂട്യൂബിനെ കുറിച്ചിട്ട് അറിയുന്ന ആൾക്കാർക്ക് ജസ്റ്റ് നമ്മളെ പ്രൊഫൈൽ തുറന്നു കഴിഞ്ഞാൽ തന്നെ ഇവരെത്ര വീഡിയോസ് ഇട്ടുണ്ട്, ഇവരെ പ്ലേലിസ്റ്റ് എന്താണ്, ഇവരെത്ര ഫുൾ ഫിനിഷ് ഉണ്ട്, അതെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഈ വീട് ഇപ്പം നിങ്ങളിങ്ങനെ ഭംഗിയായിട്ട് കാണുന്നില്ലേ, അതാണ് നേരത്തെ അമ്മ പറഞ്ഞത്. ഞങ്ങളൊരു വർഷം മുന്നേ ഏറ്റവും പെട്ടെന്ന് ചെയ്ത വീടാണ്. ഈ ഒരു സ്ലൈഡിങ് ഒരുപാട് ആൾക്കാർ ചോദിക്കണതാണ്. ഇതൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട്, പക്ഷേ ആരും കാണാറില്ല. UPVCൻ്റെ സ്ലൈഡിങ് ഡോറും അതേപോലെ തന്നെ ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡ് മൊത്തം UPVCൻ്റെ വിൻഡോസാണ്, അത് ഫുള്ളി ഗ്ലാസ്സാണ്. എന്നിട്ട് ഇപ്പോഴും ആൾക്കാർ വിളിക്കുമ്പോൾ ചോദിക്കും നിങ്ങൾ UPVCൻ്റെ ഫ്രെയിം വയ്ക്കാൻ പറ്റുമോ. കണ്ടില്ല, ഈ നിങ്ങൾ ഈ കർട്ടനൊക്കെ ഇട്ട് കാണുന്നത് ഇത് ഫുള്ളി ഗ്ലാസ്സാണ്. അപ്പോൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെന്താ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു വീട് ചെയ്യാനാണെങ്കിൽ മിനിമം ഞങ്ങളെ ഫോൺ വിളിച്ച് സംസാരിക്കണം. അത്രയും നേരം ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് യൂട്യൂബിലൊന്ന് കയറി സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കാണാം. ഇപ്പോൾ കുറ്റം പറയാൻ പറ്റില്ല, 100-300 ചില്ലം വീഡിയോ ഉണ്ടാവുന്ന കാരണം കൊണ്ട് എല്ലാം നോക്കാൻ പറ്റില്ല. അപ്പോൾ അതിനാണ് നമ്മൾ പ്ലേലിസ്റ്റ് ആക്കിയിട്ടിരിക്കുന്നത്, അതായത് ഫുൾ ഫിനിഷ്ഡ് വീഡിയോ. പിന്നെ ഇതേപോലെ തന്നെ ഇപ്പോൾ ഓരോ വീടിൻ്റെ മാക്സിമം എല്ലാ വീടുകളുടെയും ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല, ചിലപ്പോൾ ഇപ്പോൾ തൃശ്ശൂർ തോമസേറിൻ്റെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് മുതൽ 11-12 എപ്പിസോഡായിട്ടുണ്ട്. അതായത് ഒരു വീട് എങ്ങനെ ബിൽഡ് ചെയ്തു എന്നുള്ളത് പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് കണ്ട് മനസ്സിലാക്കാം.
അങ്ങനെ കണ്ട് മനസ്സിലാക്കിയ ഒരാൾ ഞങ്ങളോട് സംശയം കൂടി ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. മനസ്സിലാക്കിയ കുറച്ച് ഇതാണ് കേട്ടോ അനന്തു ആണ് മെയിൻ സ്റ്റാർ. അനന്തുവിൻ്റെ ഇനിയിപ്പോൾ ഏകദേശം അടുത്ത് തന്നെ ഉണ്ടായിരിക്കും. കാരണം ഇപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ സന്തോഷം, ഞങ്ങളെ ഈ ഒരു വീട് പണി കഴിഞ്ഞ് ഏകദേശം ഒരു 9 മാസമായപ്പോഴേക്ക് തന്നെ, കാരണം അവർ പഴയ വീടായിരുന്നു, തറവാട് വീടായിരുന്നു. അപ്പോൾ അന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ വീട് വെച്ചിട്ടേ കല്യാണം ഉണ്ടാവുള്ളൂ എന്ന്. 2 പേർക്ക് 2 മക്കളാണ് അവർക്ക്. അപ്പോൾ മോളുടെ എൻഗേജ്മെൻറ്റാണ് ഇപ്പോൾ ഈ കണ്ടത്. ഇനിയിപ്പോൾ അടുത്ത് തന്നെ അനന്തുവിൻ്റെ ഉണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾക്കിപ്പോൾ ഇതിൻ്റെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണിച്ചു തരാൻ പറ്റില്ല. ഞങ്ങൾ അവിടുത്തെ ഫംഗ്ഷന് പോയപ്പോൾ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഏറ്റവും വലിയൊരു സന്തോഷം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ മോളെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് നമ്മളെ നാട്ടിലേക്കാണ്. നമ്മളെ നാട്ടിൽ നിന്നല്ല, പാലക്കാട്ടേക്കാണ്. ഞങ്ങളെ നാട്ടിൽ നിന്ന് ഏകദേശം ഒരു 10-30 കിലോമീറ്ററേ ഉള്ളൂ. സ്ഥിരം ഞാനും അമ്മും പോണ വഴിയാണ്. ഇവിടെ വീടിൻ്റെ മുന്നിൽ കൂടെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങളെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ട്രാവലിംഗ് ഇപ്പോൾ ഈ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾ ആ റോഡാണ് യൂസ് ചെയ്യാറ്. ഇതാണ് നന്ദൻ ചേട്ടനും ഫാമിലി കേട്ടോ. നന്ദൻ ചേട്ടനാണ് കേട്ടോ നമ്മളെ ഫോളോവർ. പറയുമ്പോൾ ഈ ജെൻസി പിള്ളേരൊന്നല്ല. നന്ദൻ ചേട്ടൻ ഗൾഫിലാണ്. നന്ദൻ ചേട്ടൻ ഇപ്പോഴും ഇപ്പോൾ ഇന്നലെ ഞാൻ മീറ്റ് ചെയ്തപ്പോഴും പറഞ്ഞത് ഒരു വീഡിയോസ് പോലും ഒഴിവാക്കാറില്ലാണ്. സാധാരണ നമ്മളെ വീട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരാളും നമ്മളെ മൈൻഡ് ചെയ്യാറില്ല. പക്ഷെ ഫുൾ അപ്ഡേറ്റഡ് ആണ്. ഇന്നലെ എന്താ ചെയ്തു തരുന്നത്, കാരണം അവർ വീഡിയോസ് കാണുന്ന കാരണം കൊണ്ട് അവർക്കറിയാം. ഇതുപോലെ ചോദിച്ചു വർക്കേഴ്സിൻ്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളും എവിടെയൊക്കെ വർക്ക് നടക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ അന്വേഷിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. ഇത് നമ്മൾ ഹൗസ് വാമിങ്ങിന് എടുത്ത കുറച്ച് വീഡിയോസും കൂടി ഇതിൽ ആഡ് ചെയ്തതാണ്. അല്ല, ഇതിൻ്റെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ ഹൗസ് വാമിങ്ങിൻ്റെ ഫുൾ വീഡിയോ കിടക്കുന്നുണ്ട്. വീടിൻ്റെ ഉള്ളിലത്തെ ഫുൾ ഡീറ്റെയിൽസും ഞങ്ങൾ പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ ഇതിപ്പോൾ എന്തിനാണ് ഇപ്പോൾ ഇതിൽ ആഡ് ചെയ്തതെന്ന് ചോദിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പോലത്തെ ആൾക്കാർ വന്നിട്ട് പെട്ടെന്ന്, കാരണം നമ്മളൊരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഒരു 3-4 ഷോട്ട് എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ. അപ്പോൾ ഇത് വെറുതെ അത് മാത്രം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ചോദിക്കും എന്തിനാണ് ഇപ്പോൾ നിങ്ങൾ ഈ വീട് കാണിക്കണമെന്ന്. കാരണം ഇതിൻ്റെ ഇൻട്രൊഡക്ഷൻ തന്നെ അവർ ഡയറക്റ്റ് എൻഗേജ്മെൻ്റ് ആണ്. അപ്പോൾ ഞങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഞങ്ങളെ നാട്ടിൽ ഒരു കല്യാണത്തിനോ മരണത്തിനോ അല്ലെങ്കിൽ ഒന്നിനും ആരും വിളിക്കാറുമില്ല. ഇപ്പോൾ ഫാമിലിയിലാണെന്നുണ്ടെങ്കിലും നാട്ടുകാരാണെന്നുണ്ടെങ്കിലും ഒന്നാമത്തെ കാര്യം നമ്മളെ ആരും വിളിക്കാറില്ല, പോകാറില്ല. പക്ഷേ ഞങ്ങൾക്ക് ഒരുപാട് ഫങ്ഷൻസ് നമ്മൾ ചെയ്ത് കൊടുത്ത വർക്കിൻ്റെ തന്നെ അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന് തന്നെ നടക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഇന്നത്തെ ദിവസം തന്നെ, അതായത് ഇത് ഞായറാഴ്ചയാണ്, അല്ല ശനിയാഴ്ച അല്ലേ, ശനിയാഴ്ച നമുക്ക് ഇതിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ അങ്കമാലിയിൽ ഞങ്ങൾ ചെയ്ത പ്രൊജക്റ്റിൻ്റെ വെഞ്ചിരിപ്പായിരുന്നു. അപ്പോൾ ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അമ്മ പറഞ്ഞു എൻഗേജ്മെൻ്റ് അല്ലേ, അപ്പോൾ പിന്നെ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ റെൻറ്റിന് അല്ലേ, അത് റെൻറ്റ് പർപ്പസ് ആയിട്ട് ചെയ്യണ വീടാണ്. അത് കുറഞ്ഞ് കാണുകയല്ല, എല്ലാത്തും കൂടി ഓടി എത്തണില്ല. അപ്പോൾ അതിന് നമ്മളിനി വേറൊരു ദിവസം നമ്മൾ അതിനായിട്ട് പോകും. അല്ല, ഒരു വീട് വെഞ്ചരിപ്പ് പറയുമ്പോൾ അതാണ് ശരിക്കും ഞങ്ങൾ ചെയ്ത വീടാകുമ്പോൾ പോകേണ്ടത്. പക്ഷേ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 അപ്പാർട്ട്മെൻറ്റ് റെൻറ്റിന് കൊടുക്കാനുള്ളതാണ്. ഞങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അങ്കമാലിയിലാണ്. ഓടി എത്താൻ പറ്റില്ല, കാരണം തലേ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അനന്തും അമ്മയും ഓൾറെഡി നിങ്ങൾക്കറിയാം ഞങ്ങളെ മറ്റേ ഫംഗ്ഷനും കാര്യങ്ങളൊക്കെ ഇവിടെ ആനിവേഴ്സറിക്ക് അവർ 2 ആളും വന്നതാണ്. അപ്പം നമ്മളിങ്ങനെ ഒരു കാര്യത്തിന് വിളിച്ചിട്ട് നമ്മൾ പോകാണ്ടിരിക്കുന്നത് മോശമാണ്. പിന്നെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ 2 മണിയായി. അപ്പോഴേക്കും അവിടുത്തെ വെഞ്ചരിപ്പും കഴിഞ്ഞു. 2 ഒരേ ദിവസം ആയതുകൊണ്ട് പോകാൻ പറ്റിയില്ല. ഇത് കഴിഞ്ഞിട്ട് എങ്ങനെയും പോവാന്ന് വിചാരിച്ചു. പക്ഷെ ഇവിടെ പയ്യൻ കുറച്ച് ദൂരത്തുനിന്ന് ആയതുകൊണ്ട് അങ്കമാലിയിൽ കുഴപ്പമില്ല. തോമസ് ചേട്ടൻ ഇതിനാണ് നമ്മൾ ചെല്ലണ സമയത്ത് ഇനിയൊന്നും അവർ വിളിച്ചിട്ട് നമുക്ക് അവിടെ പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇതാണ് അനന്തുവിൻ്റെ അമ്മ കേട്ടോ. അതേപോലെ ഇന്ന് ഈ വീഡിയോ ഞങ്ങൾ ഞായറാഴ്ചയാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് ഞങ്ങൾ കുറുവിലങ്ങാട് ചെയ്ത അതൊരു ഹോം സ്റ്റേ ആണ്. അവിടെ ഇപ്പം ഇന്നാണ് ഫംഗ്ഷൻ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇന്ന് എനിക്ക് എന്തായാലും പോകാൻ പറ്റില്ല. ഞാനിവിടെ ഓൾറെഡി ഒരു വർക്കിൽ ഇൻക്ലൂഡഡായി കിടക്കുകയാണ്. ഞാൻ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കണത്. അപ്പോൾ അതും ഞങ്ങൾ ഇതേപോലെ സുനിൽ ചേട്ടനോട് പിന്നെ ഒരു ദിവസം പോയിട്ട് ഇതും ഹൗസ് വാമിങ്ങിന് എടുത്തതാട്ടോ. ഞാൻ റൂം കാണിച്ചു തന്നില്ലാന്ന് എനിക്ക് ചീത്ത കേൾക്കണ്ടാച്ചിട്ടാണ് നമ്മളിത് കാണിച്ചു തരുന്നത്. ഈ ഫുള്ളി കറക്റ്റായിട്ടിരിക്കുന്നത് UPVCയിലെ ഫുൾ ഓപ്പണിംഗ് വിൻഡോ ആണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഒരു ബാത്റൂമും കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾ കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ അനന്തുവിൻ്റെ പ്ലേലിസ്റ്റിലല്ലേ പോയി കഴിഞ്ഞാൽ ഈ വീടിൻ്റെ ഫുൾ ഫിനിഷ്ഡ് കാണാൻ പറ്റും. എല്ലാവർക്കും ഇത് അറിയാത്തതിൻ്റെ പ്രശ്നമുണ്ട്, പക്ഷെ ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. പക്ഷെ നമ്മളിത് എടുത്ത് പറയണത് അപ്പോൾ അപ്പോഴേക്ക് തന്നെ നമ്മളിങ്ങനെ ഇപ്പോൾ ഈ സംസാരിക്കേണ്ടതിന് വെറും ചിലപ്പോൾ മാത്രമേ ഉണ്ടായുള്ളൂ, വീട് കാണിച്ചില്ല എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊരു ഇത് വരില്ലേ. കാരണം ചില ആൾക്കാർ അങ്ങനെയൊന്നുമല്ല. ഞാൻ ഇപ്പം ഇന്നലെ ഒരു വീഡിയോ ഇട്ടായിരുന്നു ബുക്കിംഗ് നിർത്തി എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ അടിയത്തിൽ കമൻ്റ് ഒന്ന് പോയി വായിച്ച് നോക്കി നോക്കൂ. ഞങ്ങളിതൊന്നും തള്ളി മറക്കണതല്ല. അതിൽ ഇത്രയും പറഞ്ഞിട്ട് കൂടി എത്ര ആൾക്കാരാണ് അതിൽ കമൻ്റ് ഇട്ടിരിക്കുന്നത്. ഒരു 3 പേരറ്റെ അവർ നമ്മളെ കൊണ്ട് തന്നെ ചെയ്യിക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് മെസ്സേജ് ഒന്നും ഒരുപാട് വന്നു കേട്ടോ. കാരണം ചിലവർ ഞങ്ങളുടെ ബുക്കിംഗ് ഒഴിവാക്കല്ലേ എന്നുണ്ട്, ബുക്ക് ചെയ്ത ആൾക്കാർ. ചിലവർ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് നിങ്ങൾ തന്നെ ചെയ്തു തരണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് കുറേ മെസ്സേജുകളൊക്കെ വന്നു. ഈ പ്രഷർ കാര്യങ്ങളെന്ന് പറയണത് ഇപ്പോൾ അതിലൊരാൾ പറയുന്നുണ്ട് ഒരു ഫോൺ വിളി വന്നിട്ടുണ്ടാവില്ല എന്ന്.
ബ്രോ അങ്ങനെ ഒരു ഫോൺ വിളി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ പ്രൊജക്റ്റ് ക്യാൻസൽഡ് എന്നാണ് അർത്ഥം. കാരണം നമ്മൾ മാന്യമായിട്ടാണ് വർക്ക് ചെയ്യണത്. ഈ ഫോൺ അറ്റൻഡ് ചെയ്യണത് അമ്മുവാണ്. അപ്പോൾ തെറിയൊന്നും ആരും വിളിക്കില്ല കേട്ടോ, അങ്ങനെയൊന്നും വിചാരിക്കരുത്.